أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ബഖറയിലെ 53-ാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: എന്നിട്ട് നാം അതിനുശേഷം നിങ്ങൾക്ക് മാപ്പ് നൽകി, നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടി. ഈ ആയത്തിന് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി നൽകിയ വിശദീകരണത്തിൽ പറയുന്നു, ബൈബിളിലെ പുറപ്പാട് 32-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ആയത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്നത്, ഇസ്രായേൽ ജനത കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം അവർക്കെതിരെ ജ്വലിച്ചു. ദൈവം മോശയോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഹുസൂർ ആ വചനങ്ങൾ ഇവിടെ എടുത്തുദ്ധരിക്കുന്നു. പറയുന്നു, ഞാൻ ഈ ജനത്തെ കാണുന്നു, അവർ ദുഷ്ഷാഠ്യമുള്ള ജനമാകുന്നു എന്ന് ഞാൻ കണ്ടു. അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് മേൽ വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിട്ടേക്കുക. അതുപോലെ തന്നെ അതിനുശേഷം 14-ാമത്തെ ഈ അധ്യായത്തിൽ തന്നെ 14-ാമത്തെ ആയത്തിൽ പറയുന്നു, അപ്പോൾ മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതായത് തൗറാത്തിൽ പറഞ്ഞതനുസരിച്ച് ദൈവം തൻ്റെ ജനത്തോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ദോഷത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. അങ്ങനെ ആ മോശ പ്രാർത്ഥിച്ചപ്പോൾ, അതായത് അവർക്ക് ശിക്ഷ നൽകാതെ ക്ഷമിച്ചു. ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ദുആയിലൂടെ അവർക്ക് ശിക്ഷ നൽകാതെ അള്ളാഹു ക്ഷമിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് ഹുസൂർ പറയുന്നത്, ഈ സ്ഥലത്ത് അഫൗന അൻകും എന്ന് പറഞ്ഞത് നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആ അർത്ഥം സമൂഹത്തിനുണ്ടാകുന്ന ശിക്ഷ മാപ്പാക്കി എന്നാണ്, അല്ലാതെ എല്ലാ സമുദായത്തിനുമുള്ള മാപ്പല്ല. സാമുദായികമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് 2 വശങ്ങളുണ്ടെന്ന് ഹുസൂർ പറയുന്നു. അതിലൊന്ന്, ജനം മുഴുവനായി ഒരു സമൂഹം എന്ന നിലയിൽ അതിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരു വശം വ്യക്തികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാമുദായികമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ചില വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ കൂടുതൽ പങ്കാളികളാകുന്നു, ചിലർ കുറവ് പങ്കാളികളുമാകുന്നു. ചിലർ പ്രവൃത്തിയിൽ പങ്കെടുക്കുന്നില്ല, പക്ഷേ ഹൃദയത്തിൽ അതിനോട് യോജിക്കുന്നു, വാക്കുകളിലൂടെയും അതുപോലെ തന്നെ അതിനെ പിന്തുണയ്ക്കുന്നു, വാക്കുകളിലൂടെ അതിനെ പിന്തുണയ്ക്കുന്നു. ചിലർ വാക്കുകൾ കൊണ്ട് പിന്തുണയ്ക്കുന്നില്ല, പക്ഷേ ഹൃദയത്തിൽ അതിനോട് യോജിക്കുന്നു. ചിലർ പ്രവൃത്തിയിൽ പങ്കെടുക്കുന്നു, പക്ഷേ ഹൃദയത്തിൽ എതിർപ്പുള്ളവരാണ്. പക്ഷേ അവർക്ക് ഭയം, അവർക്കൊരു ഭീരുത്വം കാരണം പങ്കാളികളാകുന്നു, ഈ പ്രവൃത്തിയിൽ അവർ പങ്കാളികളാകുകയാണ്. ചിലർ പ്രവൃത്തിയിൽ പങ്കെടുക്കുന്നില്ല, വാക്കുകളിൽ മാത്രം പിന്തുണയ്ക്കുന്നു, എന്നാൽ ഹൃദയത്തിൽ ഇതിന് എതിരാണ്. എന്നാൽ ചിലർ പ്രവൃത്തിയിലോ വാക്കിലോ ഹൃദയത്തിലോ പങ്കെടുക്കുന്നില്ല, എന്നാൽ എതിർപ്പ് പ്രകടിപ്പിക്കാതെ മൗനം പാലിക്കുന്നു. അങ്ങനെയും ചിലരുണ്ട്. പിന്നെ മറ്റു ചിലരെ കുറിച്ച് പറയുന്നത്, ചിലർ ദോഷത്തിനെതിരെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നു, പക്ഷെ അതിനെ തടയാൻ പൂർണ്ണ ശ്രമം നടത്തുന്നില്ല എന്നാണ്. അപ്പോൾ സാമുദായികമായ ശിക്ഷയിൽ എല്ലാവരും പങ്കാളികളാകുന്നു, പക്ഷേ വ്യക്തിഗത ശിക്ഷയിൽ ഓരോരുത്തരുടെയും പെരുമാറ്റത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തപ്പെടുന്നു. ഹുസൂർ പറയുന്നു, ഈ സ്ഥലത്ത് അഫൗന അൻകും എന്നതിൻ്റെ അർത്ഥം സാമുദായിക ശിക്ഷ തന്നെയാണ്. അതായത് ഇസ്രായേൽ ജനത്തിന് ഒരു ദേശം എന്ന നിലയിൽ ലഭിക്കേണ്ടിയിരുന്ന ശിക്ഷ ഹദ്റത്ത് മൂസ അലൈഹിസ്സലാമിൻ്റെ ദുആയിലൂടെ അത് തടയപ്പെട്ടു. എന്നാൽ വ്യക്തിഗത കുറ്റകൃത്യങ്ങൾക്ക് പിന്നീടുള്ള മറ്റു വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ
കുറ്റവാളികളായ വ്യക്തികൾക്ക് ശിക്ഷ നൽകപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഹുസൂർ ആ ലാസ്റ്റിൽ പറയുന്നു ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് നാം ഇത് ചെയ്തത്, അതായത് നിങ്ങൾക്ക് ക്ഷമിച്ചു തന്നത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ കരുണയ്ക്ക് നന്ദിയുള്ളവരാകാനും അള്ളാഹു എത്രമാത്രം കരുണാമയനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനും വേണ്ടിയാണ്. അവൻ്റെ കരുണയുടെ വിശാലത കണ്ട് നിങ്ങൾ അവൻ്റെ അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും നേടാൻ ശ്രമിക്കണമെന്ന് ഹുസൂർ പറയുന്നു. വാഹൃദൗവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.